ഞാനിവിടെ നിൽക്കുന്നതിന് നിനക്കെന്താ? എന്റെ ചേച്ചി പറയുന്ന പോലെ കൂളിംഗ് ഗ്ലാസ് വെച്ച് നോക്കിയാ പകലും രാത്രിയൊക്കെ ഒരുപോലെ തോന്നും. നീ ഇനി ഇവിടെ ഒരു നിമിഷം കൂടെ നിന്നാലേ ഡേഞ്ചർ ആവും. നോക്ക്, ഞാൻ എല്ലാവരേക്കാൾ മുന്നേ കർച്ചീഫിട്ട് സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന. സോ ധ്രുവയും ഞാനും കമ്മിറ്റ് ആയതുപോലെ തന്നെയാ. നീ എത്ര തന്നെ ഞങ്ങളെ പിരിക്കാൻ നോക്കിയാലും ആ വിധി ഞങ്ങളെ ഒന്നിച്ച് ചേർക്കുക തന്നെ ചെയ്യും. നിന്നെ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഈ സുമേഷിനോട് ഡയറക്റ്റ് ആയിട്ട് അമ്മുവിനെ വിളിക്കാൻ പറഞ്ഞ ഇയാള് ഞങ്ങളെ പറ്റി എന്തെങ്കിലും മോശം കഥയുണ്ടാക്കും. ഇത്രയും ദിവസം എന്നെ വിളിച്ചിട്ട് അമൂല്യ മേഡത്തിനകത്തേക്ക് വിളിക്കൂ എന്ന് പറയുന്ന സീനായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോ അമൂല്യ മേഡം തിരിച്ചു വന്നിരിക്കുക. സോ എന്റെ ആദ്യത്തെ ജോലി ഇവിടെ വന്നിട്ട് അവരെ വിളിക്കാൻ പുറത്തേക്ക് പോകുന്നതാ. എന്ത് സൗണ്ട്? ഏത് സൗണ്ട്? എന്റെ ഫയൽ ഇവിടെ ഉണ്ട്. സൈൻ ചെയ്യാൻ പേന എവിടെ ഇടോ? പെന്നില്ലേ? ഇതിൽ ഞാൻ പെന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഉണ്ടെങ്കിൽ പിന്നെ അതിൽ കാണില്ലടോ. ചേച്ചേ, ഒരു സാധനം എവിടെ വെക്കണം, എങ്ങനെ വെക്കണം എന്നൊന്നും തനിക്കിപ്പോ അറിയില്ല. പോയി അമൂല്യെ വിളിക്ക്. ഇതിനേക്കാളും ഭേദം പണ്ടത്തെ സ്വഭാവമായിരുന്നു. ഇപ്പൊ എന്താടോ പ്രശ്നം? ഇത്രയും ദിവസം ജസ്റ്റ് വിളിക്കൂ എന്ന് പറയുമായിരുന്നു. ഇപ്പോഴും അത് തന്നെയാ പറയുന്നേ. പക്ഷേ അതിന്റെ കൂടെ കുറെ വഴക്കുകളും അത്ര തന്നെ. ഞാൻ പറഞ്ഞു ചെയ്യടോ, പോയി അവളെ വിളിക്ക്. ശരി ബോസ്, പോയിട്ട് നിങ്ങളുടെ മേഡത്തെ അല്ല അമൂല്യ മേഡത്തിനെ വിളിച്ചിട്ട് വരാൻ. എന്നെ കാണാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വിളിച്ചത്? എന്തുപറ്റി? നിന്നെ വിളിച്ചൂടെ? എനിക്ക് പെട്ടെന്ന് കാണാൻ തോന്നി, അതുകൊണ്ട് വിളിച്ചു. ഫിമെയിൽ എംപ്ലോയീസിനോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടല്ലോ ബോസ്. നിങ്ങളെ പറ്റി ഞാൻ ഇങ്ങനെ വിചാരിച്ചതേ ഇല്ല. നിങ്ങൾ ബോസ് ആണെന്ന് കരുതി എന്തും ചെയ്യാന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങളെ പോലുള്ള ഒരു കാരണം ലേഡീസ് ഇപ്പൊ പേടിച്ച് ജോലി ചെയ്യേണ്ട അവസ്ഥയാ. അമൂല്യ, നീ എന്താ ഈ പറയുന്നേ? ഞാനും നീയും ഇപ്പോ അതൊക്കെ ലോഗിൻ ആവുന്നതിന് മുന്നേ. ലോഗിൻ ആയതിനു ശേഷം ഞാൻ നിങ്ങളുടെ എംപ്ലോയി മാത്രം, അത്ര തന്നെ. ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യൂ. ബോസ് എന്ന് വെച്ച് ശമ്പളം തരുന്ന ദൈവത്തെ പോലെ റെസ്പെക്ട് ചെയ്യണമെന്നാ പറയാ. നിങ്ങൾ ക്യാബിനിലേക്ക് വിളിച്ചിട്ടല്ലേ? നിങ്ങൾ എന്തേ ചെയ്യുന്നേ? ഞാനൊട്ട് റൊമാൻറ്റിക് അല്ലെന്നല്ലേ നീ മുൻപ് പറഞ്ഞിരുന്നത്. അതിനെ ബ്രേക്ക് ചെയ്യാൻ നോക്ക്. അത് ഇവിടെയോ? ഇങ്ങനെയോ? ഐ ലവ് യു അമ്മോ. അമ്മോ, നിന്റെ കണ്ണുകൾ അതെന്നെ നോക്കുമ്പോ ഉണ്ടല്ലോ, അത് കൺവേ ചെയ്യുന്ന മെസ്സേജ്, അതൊക്കെ കാണാൻ ഞാൻ എത്ര എക്സൈറ്റഡ് ആണെന്നറിയോ? നിങ്ങൾ എന്തിനാ വിരലെന്റെ ചുണ്ടിൽ വെച്ചിരിക്കുന്നേ? കൈയെടുക്ക്. ഞാനിപ്പൊ കൈയെടുത്താ നീ വളവളാന്ന് സംസാരിച്ചോണ്ടേയിരിക്കും. എല്ലാ സമയത്തും സംസാരത്തിന്റെ ആവശ്യമില്ല. സംസാരിക്കേണ്ട സമയത്ത് മാത്രം സംസാരിച്ചാൽ മതി. നമ്മൾ മനസ്സ് തുറന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് എപ്പോഴും സംസാരിക്കണം നിർബന്ധമില്ല. ചിലപ്പോ നമ്മുടെ മൗനമായിരിക്കും വാക്കുകളെക്കാൾ സംസാരിക്കും.
ആർതി ആർദ റെഡിയായോ? നീ ഇത് എന്നു മുതലാ മറ്റുള്ള പെമ്പിള്ളേരെ പോലെ റെഡി ആവാനായിട്ട് ഇത്രയും സമയം എടുത്തു തുടങ്ങിയ? ലേറ്റ് ആവുന്ന വെച്ചാ ഇത്ര ലേറ്റ് ആവും? ഈ അഡ്വാൻസേ ഞാൻ തന്നെ കൊണ്ടുപോയി കിടക്കണമെന്ന് ചേട്ടന് ഒരേ നിർബന്ധം. എന്തോ സർപ്രൈസ് ആണ്. പോയിട്ട് വരാട്ടോ. ബൈ. ഒരു നിമിഷം. അയ്യോ ഓൾറെഡി ലേറ്റായി. എന്താന്ന് പറ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കോൾ ചെയ്ത് പറ. ഡ്രൈവ് ചെയ്യുമ്പോൾ സംസാരിക്കാലോ. വിക്കി പ്ലീസ്. അയ്യോ എന്നെ പോകാൻ വിടില്ല അല്ലേ? എന്താടോ? അതില് 50 ലക്ഷം മുഴുവനായിട്ടും ഇല്ല. വെറും 20 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. only 20 lakhs. ചുമ്മാ കളിപ്പിക്കല്ലേ. ഓൾറെഡി ഞാൻ ലേറ്റ് ആയിരിക്കാം. ഇപ്പൊ തമാശ കളിക്കുള്ള സമയമല്ല. തമാശയല്ല വിക്കി, സത്യമായിട്ട് അതിൽ വെറും 20 ലക്ഷം രൂപയേ ഉള്ളൂ. ഏയ് ഞാൻ തന്നപ്പോ 50 ലക്ഷം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ 20 എന്ന് പറഞ്ഞാൽ 30 പറന്നുപോയോ? നീ ഇത് സേഫ് ആയിട്ട് വെക്കുന്നത് ഞാൻ കണ്ടതല്ലേ. ഞാനെടുത്തു. എനിക്കിതൊക്കെ പുതിയതാ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ പറയാവോ? നീ എന്താ ടോൾ ഗേറ്റ് ആണോ? വേദാന്തിന്റെ ക്യാബിനിലേക്കാ പോണ്ടത്. അതിന് ഞാൻ ഇനി കാശും തരണോ? അങ്ങനെയാണെങ്കിൽ എന്നെ വെറും ടോൾ ഗേറ്റ് എന്നല്ല, ബോർഡർ ഗേറ്റ് എന്ന് വിചാരിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. എന്തൊക്കെയാ പറയുന്നേ? ഒരാവശ്യമില്ലാതെ വേറെ രീതിയിലാണല്ലോ നീ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ആദ്യ ഓർഗാനിക്സിന്റെ പ്രോഡക്ട്സിനെ കുറിച്ച് വേദാന്തിനോട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടിയാ ഞാൻ വന്ന്. നീ മാറിക്ക്. എന്റെ മുത്തല്ലേ നീ? താങ്ക് ഗോഡ്. ഇതെന്തിനാ? എന്തിനാന്ന് വെച്ചാൽ ഇത് ആദ്യത്തെ പ്രാവശ്യമല്ലേ നിന്റെ വായിന്ന് ഇങ്ങനെ സ്വീറ്റ് ആയ വാക്കൊക്കെ വരുന്നത്. വളരെ അത്യാവശ്യമുള്ള കാര്യം. നീ മാറി. ഏയ് എന്താ ഇത്? നീ എന്താ സർക്കസ് കാണിക്കുന്നത് ഇവിടെ നിന്ന്? പറഞ്ഞത് മനസ്സിലായില്ലേ? വഴിന്ന് മാറി. അത് ബോസ് ആക്ച്വലി വളരെ ബിസിയാണ് ഇപ്പൊ അവിടെ. അതിന്റെ കൂട്ടത്തില് കുറച്ച് ദേഷ്യത്തിലും കൂടിയാ. അതെന്ത് ഡീറ്റെയിൽസ് ആണെങ്കിലും എനിക്ക് തന്നേക്ക്, ഞാൻ അങ്ങനെ കണ്ടു കൊടുത്തോളാം. ഞാൻ ഒരു ഫയലും സൈൻ ചെയ്യാൻ വേണ്ടി വന്നതല്ല. അല്ല, എനിക്ക് ആ ക്യാബിനിലേക്ക് കയറാൻ നിന്റെ പെർമിഷൻ കൂടി വേണോ? നിങ്ങൾക്ക് പെർമിഷൻ തരാൻ ഞാൻ ആരാണ് സാർ? പക്ഷെ ഇപ്പൊ അകത്തേക്ക് പോകണ്ട സാറേ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇപ്പൊ അകത്തേക്ക് പോകാൻ പറ്റിയ സാഹചര്യമല്ല. വേദാന്ത് എത്ര വലിയ ടെൻഷനിലായാലും അതൊക്കെ മാറ്റാൻ എനിക്കറിയാം. നീ വെറുതെ തലവേദന ഉണ്ടാക്കല്ലേ. ഇത് സാറ് വിചാരിക്കുന്നത് പോലൊന്നും അല്ല. ഭയങ്കര വലിയ സീനാ. ഞാൻ പറയുന്നത് കേൾക്ക്, ഇല്ലേ പാവം കിട്ടും. സീൻ വളരെ ക്രിട്ടിക്കലാ സാർ, ഒന്ന് മനസ്സിലാക്കൂ സാർ. ഇനി ഇവിടെ നിന്നാൽ ഇത് കൂടുതൽ പ്രശ്നമാവും. ആദ്യം തന്നെ വേദാന്തിനോട് പറഞ്ഞു നിന്റെ ഈ മാസം സാലറി മാറി നിൽക്കാൻ. സാർ സാർ സാർ
അത്രയും കാശ് നീ എടുത്തുന്നു. ഇതെന്താ എന്നോട് നേരത്തെ പറയാഞ്ഞേ? നിനക്ക് എന്തിനാ 30 ലക്ഷം രൂപ? നോക്കാരുതി, ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോ വെറുതെ ഇങ്ങനെ കരഞ്ഞു കാണിക്കല്ലേ. ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. പറയേ, നിനക്ക് 30 ലക്ഷത്തിന് ആവശ്യം എന്താ? അത്രയും വലിയ എമൗണ്ട് നീ എന്തിനെടുത്തേ? അതുമല്ല, ഇത് എടുത്തതിന്റെ ആവശ്യം എന്താന്ന് മറച്ചു വെക്കാനുള്ള കാരണം എന്താ? ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കണം വിക്കി. ഞാൻ ആ കാശ് ഒരിക്കലും വേസ്റ്റ് ആക്കില്ല വിക്കി. ഞാനത് ചെലവാക്കിയിട്ടുമില്ല. തീരെ എന്ന് വെച്ചാ വളരെ അത്യാവശ്യത്തിന് ഞാനത് എടുത്തേ. അത്രയേറെ അത്യാവശ്യമുള്ളത് കൊണ്ട് മാത്രം ഞാൻ. അത് തന്നെ ഞാൻ ചോദിക്കുന്നേ, എന്തിനാ പൈസ എടുത്തേ? എന്റെ അറിവില്ലാതെ ഇത്ര അധികം പണം എടുക്കാനുള്ള ആവശ്യം നിനക്ക് ഇപ്പൊ എന്തായിരുന്നു? ഈശ്വര, ഇവരെ രണ്ടുപേരെയും രണ്ട് വഴിക്കാക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നതിനൊക്കെ ഫലം കാണുന്നുണ്ട്. ഇത് അതിന്റെ തുടക്കം മാത്രമായിരിക്കും. ഇനി അങ്ങോട്ടുള്ള കളികൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. നോക്ക് വിക്കി, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഭാര്യയെ കുറ്റം പറയുന്നത് അത്ര ശരിയല്ല. എല്ലാവരുടെ മുന്നിൽ വെച്ച്? ഇവിടെ വേറെ ആരുമില്ല മുത്തശ്ശി, ഇവിടെ ഉള്ളവർ തന്നെയല്ലേ. അതിനേക്കാൾ മോശപ്പെട്ടത് ഇവൾ എന്റെ അടുത്ത് നിന്ന് ഇത്രയും വലിയൊരു വിഷയം മറച്ചു വെച്ചു എന്നതാ. അവളോട് പറഞ്ഞത് അർജന്റാണ്, ലേറ്റായി, ടെൻഷനിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടും അവൾ അപ്പോ ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ ചെയ്ത പിന്നെ ദേഷ്യപ്പെടണ്ടേ? ദേഷ്യം എല്ലാവർക്കും വരുമല്ലോ, പക്ഷെ അത് ഇങ്ങനെയൊന്നും അല്ല നമ്മൾ കാണിക്കേണ്ടത്. ഒന്നാമതേ അവള് പേടിച്ചിരിക്കുകയാണ്. നീ ഇനി വീണ്ടും പേടിപ്പിക്കണ്ട. ഞാൻ ചോദിക്കാവല്ലോ. നോക്കു മോളെ ആരതി, നീ കാശ് എടുത്തത് ഒരു തെറ്റല്ല. പക്ഷെ നീ അത് എന്തിനാ എടുത്തത്, എന്തിനാ ഉപയോഗിച്ചത് എന്നുള്ള കാര്യം പറ. ഭർത്താവിന്റെ അടുത്ത് എന്തിനാ ഇതൊക്കെ മറയ്ക്കുന്നത് അല്ലേ? ഇതുകൊണ്ടാ മുത്തശ്ശിക്ക് ദേഷ്യം വന്നേ. എത്രയൊക്കെ ചോദിച്ചിട്ടും ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന കണ്ടില്ലേ? വാ തുറന്ന് പറ, നിനക്ക് അത്രയും പൈസയുടെ ആവശ്യം ഇപ്പൊ എന്തായിരുന്നു? ഇതൊരു ചെറിയ എമൗണ്ട് അല്ല. അതുമല്ല, ചേട്ടൻ എനിക്കിത് സേഫ് ആയിട്ട് എടുത്തു വെക്കാൻ വേണ്ടി തന്നതാ. അത് ഞാൻ ഇവളോട് ക്ലിയർ ആയിട്ട് പറഞ്ഞതോ. എന്നിട്ടും എന്തിനാ അതിന്ന് നീ എടുത്തേ? അഥവാ അതിന്ന് എടുക്കുന്നതിന് മുമ്പ് എന്നോട് ഒരു വാക്ക് നിനക്ക് പറഞ്ഞിട്ട് എടുത്തുകൂടായിരുന്നോ? നിനക്ക് ശരിക്കും കാശിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ തന്നെ തരില്ലായിരുന്നോ?